എല്ലാവർക്കും ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ചില ആൾക്കാർ അതിനെ ഓവർകം ചെയ്യും, ചില ആൾക്കാർ അത് ഓവർകം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണുന്ന ചെറിയ കുട്ടികളുടെ സൂയിസൈഡ്സ്, ഒരു ക്രഷോ പ്രണയമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ ഈ ഒറ്റൊരു കാര്യം കൊണ്ടല്ലേ. പ്രണയം, ക്രഷ്, ഇങ്ങനത്തെ കുട്ടികൾക്ക് പ്രണയിക്കാനും അറിയില്ല, ക്രഷ് എന്താണെന്നും അറിയില്ല, ഒന്നും അറിയില്ല. ആ ഒരവസ്ഥയാണ് ഇപ്പം നമ്മൾ സൊസൈറ്റിയിലുള്ള. അവഗണിക്കുക എന്ന് പറയുമ്പം കുട്ടികൾക്ക് അതിനെ സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. കുറച്ച് മുന്നേ ഒക്കെ എല്ലാവരും നല്ല പക്വതയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഒരാൾ നമ്മളെ അവഗണിച്ചാൽ പോലും ആരും അറിയില്ല. കാരണം നമ്മൾ ഈ അവഗണിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ആദ്യം പ്രണയം എന്നൊരു വാക്കായിരിക്കും. പക്ഷേ ഈ അവഗണന എന്ന് പറയുന്ന പ്രണയം എന്നിലല്ല, എല്ലാ ബന്ധങ്ങളിലും ഉണ്ട് അല്ലേ. സിബ്ലിങ്സിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. നമ്മളെടുക്കുമ്പോൾ ഫ്രണ്ട്സുമാരിലുണ്ട് ഒക്കെ അവഗണിക്കുക. അതൊരു വല്ലാത്ത വേദന തന്നെയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി എത്ര കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നെന്ന് കേൾക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെയെങ്കിലും ഒരു അവയർനെസ്, ഞാൻ സൈക്കോളജി പഠിച്ചതാണ്, അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും എനിക്ക് 2 വാക്ക് പറഞ്ഞ് 2 ആൾ കേട്ടെങ്കിൽ എന്നൊരു തോന്നിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ തന്നെ പറഞ്ഞിടുന്നത്. നമ്മൾ ഒരാൾ അവഗണിക്കുമ്പോൾ നമ്മളപ്പാട് അപ്പം ഡൗൺ ആവും. നമ്മൾ ഏതിനാ നമ്മളെ മനസ്സിൽ പോകുന്ന ചിന്തകൾ ഒരുപാടായിരിക്കും. കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് ആ അവഗണിക്കപ്പെടുന്ന ആളെ മാത്രമല്ല, ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഈ സ്നേഹവും പരിഗണനയും ഒക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പം വല്ലാത്ത വേദനയായിരിക്കും നമുക്ക് ഒരാളെ നഷ്ടപ്പെടുമ്പോൾ. അതിൽ ശരിക്ക് എന്താ പറയുക, നമ്മളെ ബ്രെയിനിന് ബ്രെയിനിന് നമുക്ക് എന്താ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ശക്തമായ വികാരങ്ങളോടൊപ്പം ഉണ്ടായ അനുഭവങ്ങളുണ്ടാവും നമുക്ക് അവരെ കൂടെ. അപ്പോൾ അത് ബ്രെയിൻ അതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഈ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓർമ്മയായിട്ട്. അതൊക്കെയാണ് ഈ അവരെ കൂടെ നമ്മൾ കഴിച്ചു കൂട്ടിയ നല്ല അനുഭവങ്ങളൊക്കെ ഈ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രമാത്രം വേദന തോന്നുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ പറയുന്നതൊക്കെ അറിയുന്ന കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു ആശ്വാസത്തിന് ആർക്കെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഈ ബ്രെയിൻ അതുപോലെ തന്നെ സൂക്ഷിക്കും. അത് അവരെ കൂടെ കഴിച്ചു കൂട്ടിയ സന്തോഷങ്ങളായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, നിരാശയായിക്കോട്ടെ, പിന്നെ ഇതൊക്കെ നമ്മളെ ബ്രെയിനിന് തീവ്രമായ വികാരങ്ങൾ, ഓർമ്മകളെയൊക്കെ കൂടുതൽ ശക്തമാക്കും. അപ്പം നമുക്ക് അതൊരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോകുന്നതും ഒക്കെ ചില ആൾക്കത് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ ഓർക്കുമ്പം. എന്താ പറയുക, നമ്മൾ പറയില്ലേ ഇന്നതൊക്കെ പറയാനുണ്ടായിരുന്നു, അയ്യോ ഇത് പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ആളോടും പറയുന്ന കാര്യങ്ങളില്ലേ, അതെല്ലാം പകുതി വെച്ച് അവസാനിക്കുകയാണ്. വ്യക്തമായ ഒരു അവസാനമില്ലാത്ത ഒരു ബന്ധം, അതിന് പറയാൻ ബാക്കി വെച്ചതും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ മനസ്സ് ഭയങ്കരമായിട്ട് അതിനോട് പ്രതികരിക്കും. നമ്മളെ തലച്ചോറ് അതിനെയൊക്കെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരും. എന്താ, നീ ബാക്കി വെച്ച ഒരുപാട് ബന്ധങ്ങൾ, ബാക്കിയാക്കിയ വാക്കുകൾ, ഇതൊക്കെ നിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ലേ എന്ന് ബ്രെയിൻ നമ്മളെ മനസ്സിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ എന്താവും, നമ്മൾ നിരാശയിലേക്ക് തന്നെ പോവും. അങ്ങനെ കൊണ്ടുവരാൻ നമ്മൾ സമ്മതിക്കരുത് ബ്രെയിൻ നമ്മളിലേക്ക്. അതുകൊണ്ട് മറക്കാൻ സമയമെടുക്കും, അത് സാധാരണമാണ്. പക്ഷേ അത് നമ്മൾ ഡിപ്രഷനിലേക്ക് ഒന്നും കൊണ്ടുവരാതെ പുതിയ അനുഭവങ്ങളും പുതിയ ബന്ധങ്ങളും ജീവിതത്തിലേക്ക് വരുമ്പം ആ ഓർമ്മകളുടെ സ്വാധീനമൊക്കെ പതിയെ കുറയും.
അത് നമ്മൾ അന്നേരം അതാന്ന് ചിന്തിക്കണ്ടേ. ആ പെട്ടെന്നുള്ള ആ ഒരു സങ്കടത്തിൽ എന്തെങ്കിലും നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക, അതല്ല ചെയ്യണ്ടേ. നമ്മൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, പുതിയ അനുഭവങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പുതിയ അവരെ മനസ്സിൽ നമ്മളെപ്പോഴും ഉണ്ടാവും. പക്ഷേ എന്നാലും പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം ആ ഓർമ്മേൻ്റെ സ്വാധീനം കുറയും. മറക്കുക എന്നുള്ളതൊരു പ്രധാന കാര്യമൊന്നുമല്ല, പക്ഷേ ആ ഓർമ്മയുടെ കൂടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അവിടെയാണ് യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത്. എപ്പോഴും അത് നമ്മൾ ഓർമ്മകൾ അവിടെ നിന്നോട്ടെ, പക്ഷേ ഓർമ്മകൾ പിന്നെയുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ശീലിക്കുക തന്നെ വേണം. പിന്നെ ഉള്ളത്, നമ്മൾ അവഗണിക്കുന്ന എന്ന കാരണത്താൽ, ഒരാൾ അവഗണിച്ചു എന്ന കാരണത്താൽ നമ്മുടെ മൂല്യമൊന്നും കുറയുന്നില്ല. നമ്മളൊന്നിനും വേണ്ടാത്ത ആളാണ്, നമ്മളെ ആർക്കും ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ ചിന്തകൾ വരും. ഇതൊന്നും വെറുതെ വരുന്ന ബ്രെയിൻ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ മൂല്യമൊന്നും അതിൽ കുറയുന്നില്ല ഒരിക്കലും. നമ്മൾ പറയാറില്ലേ, സൂര്യനെ മേഘം മറച്ചാലും സൂര്യൻ്റെ പ്രകാശം ഇല്ലാതാകില്ല. അത് തന്നെയാണ്. അതിനോടെപ്പോഴും ഉപമിച്ചാൽ മതി. എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊന്ന് കേൾക്കുമ്പം അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് സൂര്യൻ്റെ മേഘം മറച്ചാലും സൂര്യൻ്റെ പ്രകാശം ഇല്ലാതാകില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റൊരാളുടെ അവഗണന, അതിപ്പോൾ ശ്രദ്ധിക്കണം. മറ്റൊരാളുടെ അവഗണന നമ്മളുടെ വ്യക്തിത്വത്തെയോ മൂല്യത്തെയോ ഇല്ലാതാക്കുന്നില്ല. ഇത് രണ്ടും നമ്മൾക്ക് ഇല്ലാതാകുന്നൊന്നുമില്ല. ഒരാൾ നമ്മളെ അവോയ്ഡ് ചെയ്തു പോയാൽ. പിന്നെ ഉള്ളത്, മറ്റൊരാൾ അവഗണിച്ച് പോയ മൂല്യം, അതെപ്പോഴും ഓർമ്മ വേണം, മൂല്യം ഇല്ലാതാകുന്നില്ല എന്നുള്ളത്. പിന്നെ ഉള്ള അതുപോലെ തന്നെ അവഗണന നിങ്ങളുടെ മൂല്യത്തെ ഇല്ലാണ്ടാക്കുന്നില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും അംഗീകാരം തേടി മനസ്സിനെ വേദനിപ്പിക്കരുത്. അംഗീകാരം തേടാൻ എവിടെയും പോണ്ട. നമ്മളെ വിലമതിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. എന്തിന്? നമ്മളെ അച്ഛനും അമ്മ തന്നെ ഉണ്ടാവും. അവരെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക, അവരെ സ്നേഹിക്കുക, അവരോട് സംസാരിക്കുക. അങ്ങനെ നമ്മൾ പതുക്കെ അതിൽ നിന്നൊക്കെ മാറി വരും. അല്ലാതെ വേറെ ചിന്തകളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരരുത്. അതുകൊണ്ട് നിങ്ങളെ വിലമതിക്കുന്നവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. അതേപോലെ നിങ്ങൾ അവരെയും സ്നേഹിക്കുക, സ്വന്തം സ്നേഹിക്കാനും പഠിക്കുക. അതറിയാലോ, സ്വന്തം സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത് നമ്മളെ തന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ബ്രദേഴ്സിൻ്റെ കൂടെയോ ആരുടെ കൂടെ ആയിട്ട് ഒന്ന് നമ്മളെ ഓഫീസ് ജോലിയോ ഒക്കെ കഴിഞ്ഞ് ഒന്ന് എൻജോയ് ചെയ്യാൻ പോവുക, അങ്ങനെ. അപ്പോൾ ഇത് മറവിയിലേക്ക് അങ്ങ് പോവും. അത് നമ്മൾ പിന്നെ ജസ്റ്റ് ഒരു ഓർമ്മ മാത്രമായി മനസ്സ് കിടക്കും. അതുകൊണ്ട് അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല. പിന്നെ ഉള്ളത്, അവസാനം ഞാൻ പറയാണ്, നിങ്ങളെ അവഗണിച്ച ഒരാൾ നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നില്ല. നിങ്ങളുടെ മൂല്യം അയാളല്ല തീരുമാനിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച ആൾ ഒരിക്കലും അയാളല്ല തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മൂല്യം ജീവിക്കുന്ന രീതിയും നിങ്ങൾ നൽകുന്ന നന്മയും ആണ് എന്ത് തീരുമാനിക്കുന്നത്? നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നത്. നമ്മളെങ്ങനെ ജീവിക്കുന്നോ, നമ്മളൊരു നല്ല ജീവിതം ജീവിക്കുമ്പോൾ പറയുന്നില്ലേ, രണ്ടാൾ പറയും, അവൻ അങ്ങനെ അല്ലെ അവൾ ഇങ്ങനെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. പിന്നെ നമ്മൾ നൽകുന്ന നന്മ എന്ന് പറയുമ്പം നമ്മളൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും നല്ലത്. അത് മനസ്സിന് തരുന്ന സന്തോഷം ഒരുപാടാണ്. അത് അനുഭവിച്ചോളാം ഞാൻ. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം അതൊക്കെ ചെയ്താൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് മാറും. അത് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്.
ഈ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ് പലതും നമ്മളെ മനസ്സ് തോന്നുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടത്? നമുക്ക് തന്നെ നമ്മളെ മൂല്യം കൊടുക്കുക. ഒരാൾ നമ്മളെ തള്ളിയത് കൊണ്ട് നമ്മളെ ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുക. നമുക്കും നമ്മളെ മൂല്യമുണ്ട്, നമ്മളെ വ്യക്തിത്വമുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇഷ്ടമുള്ളവരെ ചേർത്ത് പിടിക്കുക. നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്മ ചെയ്യുക. നിങ്ങൾ വ്യക്തിത്വം മറ്റുള്ളവർ അംഗീകരിക്കുന്ന വിധത്തിൽ ജീവിക്കുക. ഇതാണ് വേണ്ടത് ഒരാൾ നമ്മളെ അവഗണിക്കുമ്പോൾ. ഓക്കെ.